പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനം നമ്മൾ വളരെ ശ്രദ്ധയോടെ പങ്കെടുക്കേണ്ട ഒരു വിഷയമാണ്. സാധാരണ ധ്യാനവും ഉടമ്പടി ധ്യാനവും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സാധാരണ ധ്യാനത്തിൽ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ലഭിക്കും. അത് പലപ്പോഴും വചനത്തെക്കുറിച്ചുള്ള പുതിയ അഭിഷേക തലങ്ങളായിരിക്കും നൽകുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് നൽകും. അത് ഫോർ ഇൻഫർമേഷൻ സേക്കാണ്. പല ഇൻ്റർപ്രിട്ടേഷൻസും വ്യാഖ്യാനങ്ങളും അത് ഈ പ്രയോഗത്തിൽ വരുമ്പോൾ അതൊരു ഇൻഫർമേഷൻ ലെവലിലാണ് വരുന്നത്. പലപ്പോഴും ഉടമ്പടിയിലെ ഒരു ഇൻഫർമേഷൻ ലെവലല്ല വർക്ക് ചെയ്യണത്, ആപ്ലിക്കേഷൻ ലെവലിലാണ്. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അറിവ്. ഞാൻ എന്ത് ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറയാൻ കേട്ടോ. മലയാളം നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് നിങ്ങൾ പറയരുത്. അതൊക്കെ ഇംഗ്ലീഷൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. പറയുമ്പോൾ അത് മലയാളവും പറയും. അപ്പം അതുകൊണ്ട് ഈ സാധാരണ വചനങ്ങളെല്ലാം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ ലെവൽ നമ്മുടെ അറിവ് വർദ്ധിക്കും. അത് ഫോർ ഇൻഫർമേഷൻ സേക്കാണ്. അത് അറിവ് കൂടുന്നു. അതനുസരിച്ച് നമ്മൾ ആധ്യാത്മിക പ്രബുദ്ധരാകുന്നു. അതാണ് എൻ്റെ ഉദ്ദേശം. കുറച്ച് ഈടുവെപ്പ്, കുറച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കുറച്ചുകൂടി ആഴം, തൂക്കം, വെയിറ്റ് വെക്കാം. പറന്നു പോകത്തില്ല, അതാണ്. പക്ഷേ ഉടമ്പടി ധ്യാനത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം ആപ്ലിക്കേഷൻ ലെവലാണ്. ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലൈഡ് ബിബ്ലിക്കൽ തിയോളജിയാണ് ഈ പറയുന്നത്. തിയോളജി അല്ല, സ്പിരിച്വാലിറ്റി. അപ്ലൈഡ് ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോഗാത്മകമായിട്ടുള്ള ബൈബിൾ വിജ്ഞാനീയം. അത് പ്രയോഗിക്കാനുള്ളതാണ്. അല്ലാതെ കേട്ട് പ്രബുദ്ധരാകാനുള്ളതല്ല. പ്രബുദ്ധതയല്ല ഉദ്ദേശം, പ്രയോഗമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴൊക്കെ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ എലൈറ്റ് ഓഡിയൻസ് ഉടമ്പടി അവരുടെ ലെവലിൽ അതെടുക്കുന്നുള്ളതാണ്. എല്ലാവരും ഉടമ്പടി എടുക്കുന്നുണ്ട്. ഉടമ്പടി ഒരു ഗുണമെന്ന് പറയണത് വളരെ വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക് തൊട്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് വരെ ഒരുപോലെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.